ദൈവത്തിൻ്റെ മഹത്വം. വലിയവനായ ദൈവത്തെ ആരാധിപ്പാൻ ഒരു പ്രാവശ്യം കൂടെ ദൈവം നമുക്ക് അവസരം നൽകിയല്ലോ. വളരെ വേദനയുള്ള ഹൃദയങ്ങളുമായിട്ടാണ് നാം ഓരോരുത്തരും ഇവിടെ ആയിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ഏലിക്കുട്ടി ആൻറ്റി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. നമ്മളാരും അത് അങ്ങനെ പ്രതീക്ഷിച്ചതല്ല. അത് എത്രത്തോളം നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നു എന്നുള്ളത് അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. തന്നെക്കുറിച്ച് അനുഗ്രഹീതമായിട്ടുള്ള അനേക സ്മരണകൾ നമുക്ക് എല്ലാവർക്കുമുണ്ട്. തൻ്റെ സ്നേഹമസ്ലമായിട്ടുള്ള സംഭാഷണം, സഭായോഗങ്ങൾക്ക് കൂടി വരുവാനുള്ള ഉത്സാഹം, അതിൻ്റെ പിന്നിൽ എന്ത് ത്യാഗവും സഹിക്കാനുള്ള സന്നദ്ധത. വാസ്തവത്തിൽ ആൻറ്റി ആ വീട്ടിൻ്റെ ആത്മീക പവർ ഹൗസായിരുന്നു. എൻ്റെ ചെറുപ്രായത്തിൽ ആ കുടുംബത്തെ പരിചയപ്പെടുവാനായിട്ട് എനിക്ക് ഇടയായിട്ടുണ്ട്. അന്ന് ആ കുടുംബം കുന്നൂഴി അസംബ്ലിയിലാണ് കൂടി വരുന്നത്. എന്നാൽ ആറാമട സഭയിൽ ഉള്ള പൊതു മീറ്റിങ്ങുകളിലെല്ലാം താൻ കുടുംബമായിട്ട് സംബന്ധിച്ചിരുന്നു. ആ കുടുംബത്തെ ആത്മീയമായിട്ട് പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് നയിക്കുന്നതിൽ നല്ലൊരു പങ്ക് ഈ ആൻറ്റി വഹിച്ചിരുന്നു. എങ്ങനെയാണ് ഈ ശക്തി ലഭിച്ചത് എന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ദൈവവചനത്തെ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ആൻറ്റിയാണ്. നമുക്കറിയാം, ചില വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സഭായോഗങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം ഇവിടെ ഒരു ബൈബിൾ ക്വിസും മറ്റു ഉച്ചയ്ക്കുള്ള ബൈബിൾ സ്റ്റഡിയൊക്കെ ഉണ്ടായിരുന്നു. അതിൽ മിക്കവാറും എല്ലാ പ്രാവശ്യവും കടന്നു വന്ന് വചനം പഠിച്ച് അതിൽ പരീക്ഷ എഴുതുന്ന ഏറ്റവും പ്രായം കൂടിയ ഒരു കുടുംബമാണ് ആ കുടുംബം. നിങ്ങളുടെ വീട്ടിലൊക്കെ സുവിശേഷൻ മാസിക വരുത്തുമായിരിക്കും. സുവിശേഷൻ മാസികയിൽ ബൈബിൾ ക്വിസ് എല്ലാ പ്രാവശ്യവും ഇങ്ങനെയുണ്ട്. അതിൻ്റെ പുറകിൽ വിജയികളുടെ പേര് നിങ്ങൾ പരിശോധിച്ചാൽ എനിക്ക് ഓർമ്മയുള്ള കാലം മുതൽ ഇന്ന് വരെയും ആ പേര്, ഏലിക്കുട്ടി ആൻറ്റിയുടെ പേര് അതിനകത്ത് മുടങ്ങാതെ അതിനകത്തുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവവചന പഠനത്തിൽ ഒരു പൂർണ്ണ സ്ഥിരത താൻ കാണിച്ചിരുന്നു എന്നുള്ളത് വളരെ ഹൃദ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എൻ്റെ വൈഫ് കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് ഒരു ബൈബിൾ ക്വിസിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങൾ പലരും അതിനകത്ത് അംഗങ്ങളാണ്. ഈ താൻ ആശുപത്രിയിൽ പോകുന്നതിന് മുമ്പ് വരെയും ഈ ആൻറ്റിയുടെ പേര് അന്നത്തെ ഓരോ ദിവസമുള്ള ബൈബിൾ പാരായണം കഴിഞ്ഞിട്ടുള്ള ബൈബിൾ ക്വിസ് ആൻസർ ചെയ്തിട്ട് അതിൻ്റെ പേര് അതിനകത്ത് കാണുമായിരുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ചൊവ്വാഴ്ചയാണെന്ന് തോന്നുന്നു, സ്ഥലം സഭയിലെ സഹോദരിമാരുടെ പങ്ക് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ക്ലാസ് എടുക്കുകയുണ്ടായി. പങ്ക് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് ഇങ്ങനെയുള്ള മാതാക്കളുടെ ശുശ്രൂഷകളെ നാം വിലയിരുത്തിയാൽ മതിയാവും. തന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഏതൊക്കെ മേഖലകളുണ്ടോ ആ മേഖലകളിലൊക്കെ താൻ സ്ഥിരതയോടുകൂടെ കർത്താവിനെ സ്നേഹിച്ചു എന്നുള്ളത് നന്ദിയോടുകൂടെ ഓർക്കുന്നുണ്ട്. ഇന്ന് രാവിലെ താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. ഞാൻ ഈ പാട്ട് പാടിയപ്പോൾ പേർ വിളിക്കും നേരം കാണും എൻ പേരും. ഞാനൊരു അധ്യാപകനാണല്ലോ, അതുകൊണ്ട് തന്നെ സാധാരണ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ആദ്യത്തെ ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങ് എന്ന് പറയുന്നത് കുട്ടികളുടെ അറ്റൻഡൻസ് എടുക്കുക എന്നുള്ളതാണ്. ആ റോളിലെ പേരുകൾ വിളിക്കും, അല്ലെങ്കിൽ നമ്പർ വിളിക്കുമ്പോഴത്തേക്കും പ്രസൻറ്റ് സാർ എന്ന് ഓരോരുത്തരും ഇങ്ങനെ പ്രതിവചിക്കും. ഇന്ന് രാവിലെ സ്വർഗത്തിലെ ആ റോൾ വിളിച്ചപ്പോൾ ഷി വാസ് ആബ്സെൻറ്റ് ഫ്രം ബോഡി. ഈ ഭൂമിയിൽ താൻ ആബ്സെൻ്റ് ആണ്. എന്നാൽ അവിടെ കരങ്ങളെ ഉയർത്തി പ്രസൻറ്റ് സാർ എന്ന് പറയുവാനായിട്ട് തനിക്കിടയായി എന്നുള്ളത് അത് ഏറ്റവും ഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയാണ്. നാം എല്ലാവരും ഇതുവഴിയെ കടന്നു പോകേണ്ടവരാണ്. നാം ആരും ഈ ഭൂമിയിലെ സ്ഥിരതാമസക്കാരല്ലല്ലോ. കടന്നു പോകുവാനായിട്ട് ഓരോ വഴികൾ, ഓരോ വാഹനങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ഒരു ഉറപ്പുള്ളത്, വി ഹാവ് എ ബ്ലെസ്സഡ് ഹോപ്പ്. നമ്മൾ ലക്ഷ്യമില്ലാതെയല്ല ഓടുന്നത്, ലക്ഷ്യമില്ലാത്തവരായിട്ടല്ല ജീവിക്കുന്നത്. നാം വളരെ ഫോക്കസ്ഡാണ്. ഈ ഭൂമിയിലെ ജീവിതം വളരെ താൽക്കാലികം. അതിനകത്ത് പുകഴുവാനായിട്ട് യാതൊന്നും തന്നെ ഇല്ല. എന്താണ് കൂട്ടിക്കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുന്നത് എന്ന് നാം ചിന്തിച്ചാൽ ഒന്നും കൊണ്ടുപോകാനാകില്ല. നമ്മുടെ വസ്തുവകകളോ സമ്പാദ്യങ്ങളോ
നമ്മുടെ ബൗദ്ധിക സ്വത്തുക്കളോ നമ്മുടെ റിലേഷൻഷിപ്സോ ഇതൊന്നും തന്നെ നമുക്ക് ഇതിനപ്പുറത്തേക്ക് കടത്തിക്കൊണ്ട് പോകുവാനായിട്ട് സാധ്യമല്ല. എന്നാൽ നിത്യതയിൽ നിലനിൽക്കുന്ന ചില നിക്ഷേപങ്ങൾ സ്വരൂപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇന്ന് വചന ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ ഒരുങ്ങിയ വിഷയം ഇതേ അല്ല. ഞാൻ മറ്റൊരു വിഷയമാണ് തയ്യാറായത്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വിധത്തിലും എന്നെ ആ വിഷയത്തിലേക്ക് നയിക്കാത്തത് കൊണ്ട് ഒരു വചനഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 9 വരെയുള്ള വേദഭാഗങ്ങൾ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 9 വരെയുള്ള വേദഭാഗങ്ങൾ. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഞരകിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരുവാനല്ല, മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോൾ ഒക്കെയും കർത്താവിനോട് അകന്ന് പരദേശികളായിരിക്കുന്നു എന്നറിയുന്നു. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. എവേ ഫ്രം ദ ബോഡി ആൻഡ് അറ്റ് ഹോം വിത്ത് ദി ലോർഡ്. ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടും. വളരെ പരിചിതമായിട്ടുള്ളൊരു വേദഭാവമാണ്. ഇതിൻ്റെ വിശദാംശങ്ങളിൽ നമുക്ക് അറിവില്ലാത്തതല്ല. എന്നാൽ നമ്മുടെ പ്രത്യാശയും നമ്മുടെ ഉറപ്പും ധൈര്യവുമൊക്കെ ഒന്ന് ഉറപ്പിച്ച് നിർത്തുവാനായിട്ട് ഈ വചനത്തിലൂടെ ദൈവാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. എന്തുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഈ ഒരു അധ്യായം ഇവിടെ എഴുതി ചേർത്തത്? തൻ്റെ വലിയ പ്രത്യാശയെക്കുറിച്ചും തൻ്റെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുള്ള ഭാസുരമായിട്ടുള്ള ഭാവിയെക്കുറിച്ചുമൊക്കെ ഈ 5-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് 4-ാം അധ്യായം തന്നെയാണ്. 4-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസും തൻ്റെ സഹപ്രവർത്തകരുമൊക്കെ കടന്നു പോകുന്ന ഏറ്റവും തീക്ഷ്ണമായിട്ടുള്ള പരീക്ഷണങ്ങൾ അതിൻ്റെ മധ്യത്തിൽ അവർ ആയിരിക്കുമ്പോൾ അവർ അത് എങ്ങനെയാണ് സഹിച്ചു എന്നുള്ളത് ഒരുപക്ഷെ നമുക്ക് വളരെ അത്ഭുതകരമാണ്. ഒരുപക്ഷെ നാം ആരും ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെയോ വേദനകളിലൂടെയോ ഞെരുക്കങ്ങളിലൂടെയോ ഞരക്കങ്ങളിലൂടെയോ ഒന്നും കടന്നു പോയിട്ടില്ല. അത്രയ്ക്ക് തീവ്രമായിട്ടുള്ള ജീവിത അനുഭവങ്ങളുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന പൗലോസ് തൻ്റെ അനുഭവങ്ങളൊക്കെ വിവരിച്ചതിന് ശേഷമാണ് ഈ അധ്യായത്തിലേക്ക് വരുന്നത്. 4-ാം അധ്യായത്തിൽ നിന്ന് 4 പ്രധാനപ്പെട്ട സൂചനകൾ മാത്രം തന്നതിന് ശേഷം നമുക്ക് 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. ഒന്നാമതായിട്ട് 4-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് വി ഹാവ് ക്രിസ്ത്യൻ റീജനറേഷൻ. നമുക്ക് ക്രിസ്തീയമായിട്ടുള്ള ഒരു നവീകരണം സംഭവിച്ചിരിക്കുന്നു. അത് അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. ആ നവീകരണം എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുയേശുവിനെ അതിൻ്റെ 6-ാമത്തെ വാക്യം, ഇരുട്ടിൽ നിന്നും വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളി ചെയ്ത ദൈവം യേശു ക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. എന്താണ് ആ നവീകരണം? യേശു ക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ഒരു ദൈവ തേജസ്സുണ്ട്. ആ തേജസ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഹൃദയങ്ങൾ രൂപാന്തരപ്പെട്ടിരിക്കുന്നു. അന്ധകാരമയമായിരുന്ന ഹൃദയങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ ദിവ്യ പ്രകാശം കടന്നു വന്ന് അവിടെ പ്രകാശമാനമായി തീർന്നിരിക്കുന്നു. വിശ്വാസികളുടെ ഉള്ളിൽ നടന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു നവീകരണത്തിൻ്റെ ഒരു പ്രഖ്യാപനമാണ് ഇവിടെ നാം കാണുന്നത്. യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലെ ദൈവ തേജസ്, ആ തേജസ് നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങൾ പ്രകാശമാനമായിരിക്കുന്നു. അവിടെ പ്രകാശം അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇത്തരത്തിലൊരു നവീകരണം ഹൃദയങ്ങളിൽ പ്രാപിച്ച വിശ്വാസികൾ ഈ ഭൂമിയിൽ വിശ്വാസ ജീവിതത്തിലായിരിക്കുമ്പോൾ ഇവിടെ പറയുന്നത് അവർ മൺപാത്രങ്ങളിലാണ് ആയിരിക്കുന്നത്.
എന്നാൽ ഈ മൺപാത്രങ്ങളിൽ ദൈവത്തിന്റെ അത്യന്ത ശക്തി പകർന്നിരിക്കുന്നു. എന്തിനാണ് ഈ അത്യന്ത ശക്തി? രക്ഷിക്കപ്പെട്ട വിശ്വാസികളുടെ ഉള്ളിൽ ഈ അത്യന്ത ശക്തി എന്തിനാണ്? അതിന് കാരണമുണ്ട്. ഈ അത്യന്ത ശക്തി കൂടാതെ വിശ്വാസ ജീവിതം എന്ത് ചെയ്യാൻ സാധ്യമല്ല, ഫലകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. നാം ഇങ്ങനെ വിചാരിക്കുന്നുണ്ടോ, ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഇനി ഞാൻ എന്ത് ചെയ്യാം, എൻ്റെ സ്വന്തം കഴിവ് കൊണ്ട് വിശ്വാസ ജീവിതം നയിക്കാം എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അബദ്ധത്തിലാണ്. എന്തുകൊണ്ടെന്നാൽ ക്രിസ്തീയ ജീവിതം ഈ ജഡത്തിൻ്റെ ശക്തി കൊണ്ട് മുന്നോട്ട് നയിക്കാനേ സാധ്യമല്ല. അതുകൊണ്ട് ദൈവം തൻ്റെ അത്യന്ത ശക്തി മൺകൂടാരങ്ങളിൽ പകർന്നിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മെ മുന്നോട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് ഒരു ഹോഴ്സ് പവർ അല്ലെങ്കിൽ ഒരു കുതിരശക്തി നമ്മുടെ ഉള്ളിൽ നൽകിയിരിക്കുകയാണ്. അതെന്താണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ നൽകിയിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? ഈ ഭൂമിയിൽ വിജയകരമായിട്ടുള്ളൊരു ക്രിസ്തീയ ജീവിതം സാധ്യമാകുന്നതിന് ആ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി ആവശ്യമാണ്. ഓക്കെ, അതുകൊണ്ട് പൗലോസ് പറയുന്നുണ്ട്. പൗലോസ് ഇവിടെ അനേക കാര്യങ്ങൾ പറയുന്നുണ്ട്. ക്രിസ്ത്യൻ ലിവിങ്ങിന് ആവശ്യമായിട്ടുള്ള ഉദവി ദൈവം നൽകിയിരിക്കുന്നു. അവിടെ 11-ാമത്തെ വാക്യം നോക്കുക. യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശുവിൻ്റെ നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോഴൊക്കെയും മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്ന ഒരു അനുഭവമുണ്ട്. കഷ്ടതയുടെ അനുഭവങ്ങളുണ്ട്, വേദനയുടെ അനുഭവങ്ങളുണ്ട്. എന്നാൽ ആ വേദനകളുടെ മധ്യത്തിലും യേശുവിൻ്റെ ജീവൻ എന്ത് ചെയ്യുകയാണ്? നമ്മുടെ ശരീരങ്ങളിൽ വെളിപ്പെടുക. അപ്പോൾ ഹൃദയങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ തേജസ് പ്രകാശിച്ചിരിക്കുന്നു. ശരീരങ്ങളിൽ എന്താ? യേശുക്രിസ്തുവിൻ്റെ ജീവൻ. മനസ്സിലാകുന്നില്ല? ഹൃദയങ്ങളിൽ യേശു കർത്താവിൻ്റെ തേജസ് പ്രകാശിച്ചിരിക്കുന്നു. ശരീരങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ ജീവൻ എന്ത് ചെയ്യുകയാണ്? ആവസിച്ചിരിക്കുകയാണ്. ജീവൻ വെളിപ്പെടുകയാണ്. എന്താണ് പൗലോസിൻ്റെ അനുഭവ സാക്ഷ്യം? അവിടെ പറയുന്ന ഒരു കോൺട്രാസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുണ്ട് അല്ലേ? എൻ്റെ 8-ാമത്തെ വാക്യം, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും എന്ത് ചെയ്യുന്നില്ല, എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല അല്ലേ? ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല. നോക്കണേ, ക്രിസ്തീയ ജീവിതത്തിലെ പ്രായോഗിക തലത്തിൽ നമ്മുടെ അനുഭവങ്ങളാണ് ഇവിടെ നാം വായിക്കുന്നത്. എന്താ? നാം അഫ്ലിക്റ്റഡ് ആണ്, നാം പെർപ്ലക്സ്ഡ് ആണ്, നാം പെർസിക്യൂട്ടഡ് ആണ്, പീഡിപ്പിക്കപ്പെടുന്നവരാണ്, സ്ട്രക്ക് ഡൗൺ, വീണ് കിടക്കുന്നവരാണ്. എന്നാൽ അതിൻ്റെ മധ്യത്തിലും നമ്മെ നിരാശപ്പെടുന്നവരാകാതെ, നാം ഉപേക്ഷിക്കപ്പെടുന്നവരാകാതെ, നശിച്ചു പോകുന്നവരാകാതെ നമ്മെ നിലനിർത്തുന്നത് യേശു കർത്താവിൻ്റെ ജീവൻ നമ്മുടെ ശരീരത്തിൽ വസിക്കുന്നു. അപ്പോൾ ജയകരമായിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തിന്, ക്രിസ്ത്യൻ ലിവിങ്ങിന് നമുക്ക് എന്താവശ്യമാണ്? യേശു ക്രിസ്തുവിൻ്റെ ജീവൻ ആവശ്യമാണ്. അപ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ ജീവൻ നമ്മുടെ ശരീരങ്ങളിൽ വിളങ്ങുന്നു. അതുകൊണ്ട് തീരുന്നുണ്ടോ? ഇതിൻ്റെ 3-ാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു വലിയ കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? വി ഹാവ് എ ക്രിസ്ത്യൻ ഹോപ്പ്. ക്രിസ്തീയമായിട്ടുള്ള ഒരു പ്രത്യാശ നമുക്കുണ്ട്. എന്താ പ്രത്യാശ? അതിൻ്റെ 14-ാമത്തെ വാക്യം. കർത്താവായി യേശുവിനെ ഉയർപ്പിച്ചവൻ എന്താ? ഞങ്ങളെയും യേശുവിനോടുകൂടെ ഉയർപ്പിച്ച് നിങ്ങളോടുകൂടെ തിരുസന്നിധിയിൽ നിർത്തും എന്ന് ഞങ്ങൾ അറിയുന്നു. ഈ വാക്കുകൾ പലപ്പോഴും നമുക്ക് കീറാമുട്ടികളായിട്ട് തീരാറുണ്ട്. എന്താ പൗലോസ് പറയുന്നത്? യേശു കർത്താവിനെ ഉയർപ്പിച്ചവൻ എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്? നിങ്ങളോടുകൂടെ. ഞങ്ങളെയും യേശുവിനോടുകൂടെ ഉയർപ്പിച്ച് നിങ്ങളോടുകൂടെ തിരുസന്നിധിയിൽ നിർത്തും. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഉയർപ്പ്, പുനരുത്ഥാനം അല്ലെങ്കിൽ രൂപാന്തരം ആർക്കൊക്കെയാണ് ഉള്ളത്? രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും. പൗലോസ് പറയുന്നത് ഞങ്ങൾക്ക് മാത്രമല്ല എന്തുള്ളത്? ഈ ഉയർപ്പുള്ളത്. പിന്നെയോ ഞങ്ങളെ ഉയർപ്പിക്കുന്നത് പോലെ തന്നെ നിങ്ങളെയും ഉയർപ്പിച്ച് ആരോടുകൂടെ നിർത്താൻ പോവുകയാണ്? തിരുസന്നിധിയിൽ അല്ലെ? തിരുസന്നിധിയിൽ നിർത്തും. ഇതാണ് നമ്മുടെ ക്രിസ്ത്യൻ ഹോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്ത്യൻ റീജനറേഷൻ,
മറ്റൊന്ന് ക്രിസ്തീയമായിട്ടുള്ള ലിവിങ്, ക്രിസ്തീയ ജീവിതം. ഇവിടെ ക്രിസ്ത്യൻ ഹോപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഈ പ്രത്യാശയാണ് എല്ലാ വിശ്വാസികൾക്കുള്ളത്. രക്ഷിക്കപ്പെട്ട എല്ലാ വിശ്വാസികൾക്കുള്ള ഒരു വലിയ പ്രത്യാശയുണ്ട്. ഈ ഭൂമിയിൽ നമ്മൾ താൽക്കാലികമായിട്ട് ജീവിക്കുന്നവരാണ്. ഇവിടെ എന്തുണ്ട്? വിഷമങ്ങളുണ്ട്, വേദനകളുണ്ട്, പരിശോധനകളുണ്ട്, മരണമുണ്ട്, ദുഃഖമുണ്ട്, പരാധീനതകളെല്ലാം ഉണ്ട്. എന്നാൽ ഇതെല്ലാം മാറാൻ പോവുകയാണ്. എപ്പോഴാണ് മാറാൻ പോകുന്നത്? യേശു കർത്താവിൻ്റെ വരവിങ്കൽ നാമൊക്കെ രൂപാന്തരപ്പെടുമ്പോൾ, ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടുമ്പോൾ, മരിച്ച വിശുദ്ധന്മാർ പുനരുത്ഥാനം ചെയ്ത് കടന്നു വരുമ്പോൾ, നമ്മൾ കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 15 അധ്യായത്തിൽ ഉയർപ്പിൻ്റെ ഒരു വലിയ ഒരു തീസിസ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും, അല്ലേ? അതിൻ്റെ തെളിവുകൾ അവിടെ പറയുന്നുണ്ട്. അതിലാരും സംശയിക്കേണ്ട കാര്യമൊന്നും ഇല്ല. അവിടെ ഏറ്റവും വലിയ ആണിക്കല്ലായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ടോ? യേശു കർത്താവ് മരിച്ചവരിൽ നിന്ന് ആദ്യ ഫലമായിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. എന്തുകൊണ്ട് ഉയർപ്പ് പ്രായോഗികമാണ്, സാധ്യമാണ്? അതിന് മറ്റൊരു റീസണും വേണ്ട. പിന്നെ യേശു കർത്താവ്. ഇന്ന് രാവിലെ എൻ്റെ ഹൃദയത്തെ വല്ലാതെ ആകർഷിച്ച ഒരു കാര്യമാണ് അരിമത്തിയിലെ യോസേഫിൻ്റെ തുറന്ന കല്ലറ. മറ്റൊരു കല്ലറയും അങ്ങനെ തുറക്കപ്പെട്ടിട്ടില്ല. അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ അതുവരെയുള്ള എല്ലാ മനുഷ്യരുടെയും പരാജയങ്ങളെ, എല്ലാവരുടെയും ബന്ധനങ്ങളെ തുറന്നു വിട്ടുകൊണ്ട്, അടിച്ചുകൊണ്ട് ഒരു കല്ലറയിൽ അക്കരയ്ക്ക് മറുകരയിലേക്ക് ഒരു വഴി തുറന്നിരിക്കുന്നു. അതാ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിലൂടെ, ഉയർത്തെഴുന്നേൽപ്പിലൂടെ അത് സംഭവിച്ചിരുന്നു. യേശു കർത്താവിൻ്റെ ശരീരം പുനരുത്ഥാനം ചെയ്യപ്പെട്ടെങ്കിൽ തന്നിൽ വിശ്വസിക്കുന്ന ഏത് വിശുദ്ധന്മാരുടെയും ശരീരം എന്ത് ചെയ്യപ്പെടും? പുനരുത്ഥാനം ചെയ്യപ്പെടും, അല്ലേ? ഇന്ന് രാവിലെ എബി ആ ചിന്ത പറഞ്ഞപ്പോൾ ഇതിനോട് ചേർത്തതിനെ ചിന്തിക്കുവാനായിട്ട് സാധിച്ചു. കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ, അല്ലേ? ആ കള്ളൻ പ്രതീക്ഷിച്ചത് എന്തായിരിക്കാം? ഏതെങ്കിലും ഒരു കാലത്ത് സംഭവിക്കുമെങ്കിൽ അത് നടക്കട്ടെ. എന്നാൽ കർത്താവിൻ്റെ മറുപടി എന്താണ്? ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിൽ ഇരിക്കും. അങ്ങനെ തന്നെ ആയിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ യേശു കർത്താവ് ക്രൂസിൽ മരണപ്പെടുന്നുണ്ട്. ആത്മാവിനെ തൃക്കൈയിൽ പരമേൽപ്പിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കള്ളന്മാരുടെ കാലുകളൊക്കെ ഒടിക്കുന്നുണ്ട്. ഈ കള്ളനും എന്ത് ചെയ്തു? മരണം വഴിയായിട്ട് മാറ്റപ്പെട്ടു. എങ്ങോട്ടാ പോയേ? യേശു കർത്താവ് എവിടെയായിരിക്കുന്നു? ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിൽ ഇരിക്കും. നീ എന്നോടുകൂടെ ഇന്നിരിക്കാൻ പോവുകയാണ്, നാളെയല്ല, ഇനി കുറെ കാലം കഴിഞ്ഞിട്ടല്ല. ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിൽ ഇരിക്കും. പ്രിയമുള്ളവരെ, നമ്മെ വിട്ട് പിരിയുന്ന ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്ന വിശുദ്ധന്മാർ, അവർ ഇമ്മീഡിയറ്റ്ലി അതേ സമയം തന്നെ ഇവിടെ നിന്ന് ആബ്സെന്റ് ആകുമ്പോൾ കർത്താവിൻ്റെ മുഖം അവർ കാണുകയാണ്. ഓക്കെ, ഇതിനെ സംബന്ധിച്ച് പല വീക്ഷണങ്ങൾ ഒരുപക്ഷെ നമ്മെ കുഴക്കുന്ന വീക്ഷണങ്ങളുണ്ട്. ചിലർ പറയുന്നു ദേ ആർ സ്ലീപ്പിങ്, അവർ ഉറങ്ങുകയാണ്, മയക്കത്തിലാണ്, അവർ അബോധാവസ്ഥയിലാണ്. ഇല്ല പ്രിയമുള്ളവരെ, ഇല്ല. എന്തുകൊണ്ടെന്നാൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട വ്യക്തികൾ, രക്ഷിക്കപ്പെട്ട വിശുദ്ധന്മാർ എല്ലാവരും ഇവിടെ നിന്ന് ആബ്സെന്റ് ആകുമ്പോൾ ദേ ആർ ഓൾ പ്രസന്റ് വിത്ത് ക്രൈസ്റ്റ്. നമ്മൾ ഒരു പാട്ടിങ്ങനെ പാടാറുണ്ട്, അല്ലേ? നോട്ടിയിടയിൽ, അല്ലേ? നോട്ടിയിടയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ചെറിയാൻ സാറ് അക്ഷണത്തിൽ, അല്ലേ? ആ ക്ഷണത്തിൽ നമ്മൾ കടന്നു പോകും. അരക്ഷണത്തിൽ എന്ന് പാടുന്നവരുണ്ട്. അരക്ഷണം വേണോ, ആ ക്ഷണത്തിൽ തന്നെ പോകുമോ? ഓക്കെ, ഇവിടെ നിന്ന് മാറ്റപ്പെടുന്ന വിശ്വാസികൾ കർത്താവിൻ്റെ സന്നിധിയിൽ എത്താനായിട്ട് 1 സെക്കൻഡ് വേണമോ, അര സെക്കൻഡ് വേണമോ, അതോ ആ ക്ഷണത്തിൽ തന്നെ എത്തുമോ എന്ന് തോന്നുന്നു? ആ ക്ഷണത്തിൽ, അരക്ഷണം മറിഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട അരക്ഷണം, അതാ അരക്ഷണം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് മാറ്റപ്പെടുന്നത് 1 ക്ഷണത്തിന് ശേഷമല്ല, അരക്ഷണത്തിന് ശേഷമല്ല, അതേ നിമിഷം തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടുകയാണ്. 4-മതായിട്ട്, അപ്പോൾ
ക്രിസ്തീയ റീജനറേഷനെ കുറിച്ച് പറയുന്നുണ്ട്, ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ക്രിസ്ത്യൻ ഹോപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. 17-ാമത്തെ വാക്യത്തിൽ നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാനായിട്ട് ഹേതുവായിട്ട് തീരുന്നു. ക്രിസ്ത്യൻ ഗ്ലോറി. ഇന്ന് നമ്മൾ ക്ഷീണിതരാണല്ലേ, ചുളുക്കമുള്ളവരാണ്. നമ്മുടെ മുഖം എത്ര മിനുക്കിയാലും മിനുങ്ങുകയില്ല. എത്ര സന്തോഷമായിരിക്കണമെന്ന് വിചാരിച്ചാലും അത്രത്തോളം പ്ലസൻ്റ് ആയിരിക്കാൻ നമുക്ക് സാധ്യമല്ല. എന്നാൽ ഈ ഭൂമിയിൽ അതെല്ലാം ഉണ്ട്. എന്നാൽ സ്വർഗത്തിൽ എന്താ? തേജസ്സിൻ്റെ നിത്യ ഖനം. അതിൻ്റെ വാക്കുകൾ എങ്ങനെ പൂരിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം. ഈ ഭൂമിയിൽ നാം അനുഭവിക്കുന്ന, നാം കടന്നു പോകുന്ന കഷ്ടങ്ങൾ നൊടി നേരത്തേക്കുള്ളതാണ്. തോന്നുന്നുണ്ടോ? കർത്താവേ, എത്രയോ നാളായിട്ട് ഞങ്ങൾ വിഷമിക്കുന്നു, നീ ഇത് കാണുന്നില്ലയോ? കർത്താവ് പറയുന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് നൊടി നേരം. എന്തുകൊണ്ടാണ് നൊടി നേരം എന്ന് പറയുന്നത്? വെൻ കമ്പയർഡ് ടു ദി എറ്റേണൽ ഗ്ലോറി. എറ്റേണിറ്റിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ 1 മണിക്കൂറാകട്ടെ, 1 ദിവസമാകട്ടെ, 1 വർഷമാകട്ടെ, 70 വർഷമാകട്ടെ, 1000 വർഷമാകട്ടെ, നിത്യതയുമായിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിച്ചോക്കുള്ളൂ. അതെന്താണ്? നൊടി നേരം. ഒരു കണക്ക് ഞാൻ പറയാം. ഇൻഫിനിറ്റി മൈനസ് 1 എത്രയാണ്? ഇൻഫിനിറ്റി ആണ്. ഇൻഫിനിറ്റി മൈനസ് 1000 എത്രയാണ് മോളെ അബീഗയിൽ? ഇറ്റ് ഈസ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി മൈനസ് 1 crore, 1000 crore എന്താ? ഇൻഫിനിറ്റി. So when compared to our eternity, the present day afflictions are for a moment. It's momentary. നൊടി നേരം. പലപ്പോഴും ഇത് ദീർഘമായി പോയി കർത്താവേ എന്ന് നമ്മൾ പരാതിപ്പെടുമ്പോൾ നമ്മുടെ നിത്യതയുടെ ലക്ഷ്യങ്ങൾ, ഫോക്കസ് മാറിപ്പോകുന്നതാണ് അല്ലേ? നമ്മൾ പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൽ ഈ സ്കോഫേഴ്സ് പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് തൻ്റെ വാഗ്ദത്തം നിറവേറ്റാൻ താമസിക്കുന്നുണ്ടോ? ലോകം പണ്ടിരുന്നത് പോലെയൊക്കെ ഇരിക്കുന്നു, പിതാക്കന്മാർ പറഞ്ഞ കാര്യമൊക്കെ അതുപോലെ തന്നെ പോകുന്നു, അന്നത്തെ ലോകത്തിനൊരു മാറ്റവുമില്ല. അപ്പം നിങ്ങൾ വിശ്വസിക്കുന്നതൊക്കെ വെറുതെയാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു റീസൺ അവിടെ തരുന്നുണ്ട്. ദൈവത്തിൻ്റെ ഒരു ദിവസം 1000 ദിവസം പോലെ, 1000 ദിവസം 1 ദിവസം പോലെ. ദൈവം വസിക്കുന്നത് നമ്മുടെ ടൈം ഫ്രെയിമിലല്ല പ്രിയമുള്ളവരെ. നമ്മുടെ 1 വർഷം 2 ദിവസത്തിൻ്റെ കണക്കിലല്ല ദൈവം വസിക്കുന്നത്. ദൈവത്തിൻ്റെ 1 ദിവസത്തിന് 24 മണിക്കൂറിൻ്റെ ഗ്യാപ്പ് അല്ല. എന്തുകൊണ്ടാണ് നമുക്ക് 24 മണിക്കൂറായത്? നമ്മൾ ഭൂമിയിൽ താമസിക്കുന്നുണ്ട് മാത്രമാണ്. ചന്ദ്രനിൽ പോയാൽ 1 ദിവസം എത്രയായിരിക്കും? 24 മണിക്കൂർ കിട്ടുമോ? മറ്റേതെങ്കിലും ഗ്രഹങ്ങളിൽ പോയാലോ 1 ദിവസം എന്ന് പറഞ്ഞാൽ വ്യത്യാസമാണ് അല്ലേ? അപ്പം അത് എന്തുവാ കമ്പയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യം ചെയ്താണ് 1 ദിവസത്തിൻ്റെ ദൈർഘ്യം നിശ്ചയിക്കുന്നത്. കർത്താവിൻ്റെ 1 ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ദിവസത്തിൻ്റെ അളവുകോൽ. ഞാൻ പറയട്ടെ, തേജസ്സിൻ്റെ നിത്യഘനം നമുക്കായിട്ട് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. എങ്ങനെയാണ് കിട്ടുന്നത് തേജസ്സിൻ്റെ നിത്യഘനം? കർത്താവിന് വേണ്ടി ഇങ്ങനെ ഭഗീരഥ പ്രയത്നം ചെയ്ത് ലോകമെങ്ങും നടന്ന് സുവിശേഷം അറിയിച്ച് അങ്ങനെ അധ്വാനിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? തേജസ്സിൻ്റെ നിത്യഘനം കിട്ടും. ആണോ? അങ്ങനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. തേജസ്സിൻ്റെ നിത്യഘനങ്ങൾ ഈ ഭൂമിയിൽ കർത്താവിൻ്റെ നാമനിമിത്തം നാം അനുഭവിക്കുന്ന കഷ്ടതകളിലൂടെ, ക്രിസ്തുവിൻ്റെ നാമം ധരിച്ച് നാം അനുഭവിക്കുന്ന നിന്ദകളിലൂടെ, ക്രിസ്തുവിൻ്റെ നാമം ധരിച്ച് നാം നഷ്ടമാക്കുന്നതിലൂടെ, നഷ്ടപ്പെടലിലൂടെ അല്ലേ എന്ത് ലഭിക്കുന്നു? തേജസ്സിൻ്റെ നിത്യഘനം ലഭിക്കുന്നു. അപ്പം ഇനി നമ്മുടെ ഒരു ഇവാലുവേഷൻ ഒന്ന് മാറ്റണം. എന്താ തേജസ്സിൻ്റെ നിത്യഘനം എന്ന് പറയുന്നത്? ഇത് സ്റ്റേജ് പ്രസൻസിൻ്റെ ആനുപാതികമായിട്ടല്ല. പിന്നെയോ ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ വാട്ട് യു ഹാവ്. നമുക്ക് എത്രമാത്രം റിസോഴ്സസ് ഉണ്ട് അതിൻ്റെ ആനുപാതികമായിട്ടല്ല. പിന്നെയോ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നാം എങ്ങനെ നിലകൊള്ളുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ദി വർക്ക് വി ഡു. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ തൂക്കത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല.
ഒരുപക്ഷെ കർത്താവേ, എനിക്ക് നടക്കുവാനായിട്ട് സാധ്യതയില്ലായിരിക്കാം, എനിക്ക് പ്രസംഗിക്കുവാനായിട്ട് കഴിവില്ലായിരിക്കാം, എനിക്ക് സാമ്പത്തികമായിട്ട് മറ്റുള്ളവരെ സഹായിക്കുവാൻ എനിക്ക് കഴിവില്ലായിരിക്കാം. എന്നാൽ കർത്താവിൻ്റെ നാമനിമിത്തം അല്ലേ, നമ്മൾ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ മോശയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ? മിസ്രൈമിലെ നിക്ഷേപത്തെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്ന് താൻ എണ്ണി. നോക്കണേ, മിസ്രൈമിലെ നിക്ഷേപങ്ങൾ അതെത്ര കോടിയുണ്ടെങ്കിലും, അതെത്ര ഹെവി എന്ന് നമുക്ക് തോന്നുന്നെങ്കിലും, അതുമായിട്ട് ക്രിസ്തുവിൻ്റെ നിന്നയൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ എന്താ? അതിനേക്കാളുമൊക്കെ മെച്ചമാണ് ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം. പ്രിയമുള്ളവരെ, നാം പലപ്പോഴും നിരാശപ്പെടുന്നതിന് കാരണം എന്ന് പറയുന്നത്, എന്നെ ആരും അംഗീകരിക്കുന്നില്ലല്ലോ, ഐ എം നോട്ട് ബീൻ റെക്കഗ്നൈസ്ഡ് ബൈ എനിബഡി. ആരും എന്നെ അങ്ങനെ കാര്യമാക്കുന്നില്ല, എനിക്ക് പ്രോമിനൻ്റ് ആയിട്ട് മറ്റുള്ളവരുടെ ശ്രദ്ധയിലേക്ക് വരാനായിട്ട് സാധിക്കുന്നില്ല, ഒരുപക്ഷെ ഞാൻ ലൈം ലൈറ്റിൽ എനിക്ക് നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇതൊന്നും ദൈവത്തിന് ഒരു പ്രാധാന്യമില്ല. പിന്നെയോ, നിങ്ങൾ കർത്താവിൻ്റെ കൃപയിൽ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ നിത്യതയുടെ തേജസ്സിൻ്റെ നിത്യഘനം എന്ന് പറയും. എന്നിട്ട് ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് 5-ാമത്തെ അധ്യായത്തിലേക്ക് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു സാധാരണ അക്കൗണ്ട്സ് ചെയ്യുന്നവർ പല ലെഡ്ജറും ബുക്കുകളും ഒക്കെ എഴുതുന്നുണ്ടായിരിക്കും. എന്നിട്ടെല്ലാം കഴിഞ്ഞിട്ട് അവസാനം എന്താ, ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുന്നത് പോലെയോ, അല്ലെങ്കിൽ അവസാനം ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത് പോലെയോ ഒരു അവസാനത്തെ സമ്മറി സ്റ്റേറ്റ്മെൻ്റ് ആണ് എവിടെ വരുന്നത്? ഈ 5-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ 4-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള ക്രിസ്ത്യൻ റീജനറേഷൻ, ക്രിസ്ത്യൻ ലിവിങ്, ക്രിസ്ത്യൻ ഹോപ്പ്, മാത്രമല്ല ക്രിസ്ത്യൻ ഗ്ലോറി, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ ഒന്ന് കണക്കെടുപ്പ് നടക്കുകയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന 1-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ട് എന്ന് അറിയുന്നു. ഇവിടെ ഇതാ നമ്മുടെ ഭൗമിക ശരീരത്തെയും നമുക്ക് കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഒരു സ്വർഗീയ ശരീരത്തെയും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്തിരിക്കുകയാണ്. എന്താ കമ്പാരിസൺ? ഇത് ഭൗമഭവനമാണ്. ഇറ്റ് ഈസ് ഓൺലി എ ടെന്റ്. ഇറ്റ് ഈസ് എൻ എർത്ത്ലി ടെന്റ്. ടെന്റ് എന്താണെന്ന് നമുക്ക് വലിയ പിടിപാടൊന്നുമില്ല, കാരണം നമ്മൾ ടെന്റിൽ താമസിച്ചിട്ടില്ല. ടെന്റിൽ താമസിച്ചിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. മിലിറ്ററിക്കാർക്ക് നന്നായിട്ട് അറിയാം. അവര് ടെന്റിൽ താമസിക്കുന്നവരാണ് അല്ലേ. അവരെ യുദ്ധമുഖത്ത് വലിയ കെട്ടിടങ്ങളൊന്നും ഉണ്ടാകുകയില്ല, വലിയ സുഖ സൗകര്യങ്ങളൊന്നും ഉണ്ടാകുകയില്ല. അവർ പോകുന്ന സ്ഥലത്ത് ഒരല്പം മണ്ണൊക്കെ മാന്തി ചെറിയ കുഴി ഉണ്ടാക്കിയിട്ട് മേളിൽ എന്ത് ചെയ്യും? അവർക്ക് അതിൻ്റെ റോപ്പുണ്ട്, അതിൻ്റെ വടികളുണ്ട്, അതിൻ്റെ പ്രത്യേക നോട്ടുണ്ട്, കെട്ടുണ്ട്. ആ കെട്ടും ഒക്കെ ആ കുറ്റികളൊക്കെ അടിച്ച് പെട്ടെന്ന് തന്നെ അവർ കൂടാരം നിവർത്തും. താൽക്കാലികമായിട്ട് ഒരു അഭയ സ്ഥാനം. ഇറ്റ്സ് എ ടെമ്പററി അബോർഡ്. താൽക്കാലികമായിട്ടുള്ള ഒരു സുരക്ഷിതത്വം മാത്രം, താൽക്കാലികമാണ്. ഈ ടെന്റ് എങ്ങനെയാ പൊളിച്ചു മാറ്റുന്നത്? അതിന് ബുൾഡോസർ കൊണ്ടുവരണ്ട, അതിന് മറ്റ് സംവിധാനങ്ങളൊന്നും വേണ്ട, ഒരു ചുറ്റിക വേണ്ട, അത് ഇടിച്ചു പൊളിക്കാനായിട്ട് ഒരു സംവിധാനം വേണ്ട. ഈ ടെന്റ് എന്ത് ചെയ്യുകയാണ്? അഴിഞ്ഞ് പോകുന്നതാണ്. ഒരു കയറിൻ്റെ ഒരറ്റം പിടിച്ച് വലിച്ചാൽ ഇറ്റ് വിൽ ബി ലൂസൻഡ്. അത് അഴിഞ്ഞു പോകുന്നതാണ്. ടെന്റ് അഴിയുന്നത് പോലെ ടെമ്പററി ആയിട്ടുള്ള ഒരു വാസസ്ഥലങ്ങളിൽ നാം ആയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നാം ഈ ശരീരത്തിലായിരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, ഇത് എത്ര നമ്മൾ മേനി പിടിപ്പിച്ചാലും, എത്ര നമ്മൾ സപ്പോർട്ട് ചെയ്താലും, എന്തെല്ലാം കൊണ്ട് നമ്മളിതിനെ ബലപ്പെടുത്താനായിട്ട് ശ്രമിച്ചാലും, ഇത് എന്ത് ചെയ്യുന്നതാണ്? ഇത് അഴിഞ്ഞു പോകുന്നതാണ്. ഇത് അത്രയ്ക്ക് ടെമ്പററിയാണ്. ഓക്കെ, ഒരു ടെൻ്റൊക്കെ പണിതിട്ട് ഒരു 20 വർഷം ആ ടെൻറ്റിനകത്ത് താമസിക്കാമെന്ന് ഒരു വ്യക്തിയും കണക്ക് കൂട്ടുകയില്ല. പിന്നെയോ വെറും ഒരു വഴിയാത്രയിൽ താൽക്കാലികമായിട്ടൊരു ഷെയ്ഡിന് വേണ്ടിയിട്ട് അടിക്കുന്ന ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു തണൽ മാത്രമാണ് ഈ ശരീരം എന്ന് പറയുന്നത്. നമ്മളങ്ങനെ ഈ ശരീരത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഈ ശരീരം അങ്ങനെയാണോ? ടെമ്പററി അബോർഡ്, താൽക്കാലികമായിട്ട് കുറച്ചു കാലത്തേക്ക് ജീവിക്കാൻ വേണ്ടി ദൈവം നൽകിയിട്ടുള്ള ഒരു എർത്ത്ലി ടെന്റ്. എന്നാൽ ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത്, അഴിഞ്ഞു പോയാൽ ഇത് അഴിഞ്ഞു പോകും. സംശയമുണ്ടോ?
ഇറ്റ് വിൽ ബി ലൂസൻഡ്. ഇറ്റ് വിൽ ബി ലൂസൻഡ്. ആരും സംശയിക്കേണ്ട. അതൊരു അല്ലേ, അത് യാഥാർത്ഥ്യമാണ്. അത് അഴിഞ്ഞു പോകും. അത് എങ്ങനെ അഴിയണം എന്നുള്ളത് അത് ദൈവം തീരുമാനിച്ചോളട്ടെ. നമ്മുടെ കയ്യിൽ അത് ഇല്ല. എന്നാൽ നാം ഈ അബോർഡ് വിട്ടിട്ട് ഇതെടുത്തിട്ട് പോകുന്നവരാണ്. ഒരു യാത്രയ്ക്ക്, ഒരു ദീർഘമായിട്ടുള്ള യാത്രയ്ക്ക് പോകുന്നവരാണ്. ഒരു ലക്ഷ്യത്തോടുകൂടെ യാത്ര ചെയ്യുന്നവരാണ്. എന്നാൽ ഇവിടെ അഴിഞ്ഞു പോയാൽ ഇവിടെ നമുക്ക് ലഭ്യമാകുന്ന ഒരു ഭവനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഒന്ന്, അത് കൈപ്പണിയല്ലാത്തതാണ്. അത് ദൈവത്തിൻ്റെ ഭവനമാണ്. അത് ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടമാണ്. അതൊരു കെട്ടിടമാണ്. 4 കാര്യങ്ങൾ. എന്താ? ഇത് ഭൗമികമായിട്ടുള്ളൊരു കൂടാരമാണ്, എർത്തലി ടെൻ്റ് ആണെങ്കിൽ, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കൈപ്പണിയല്ലാത്ത. നമ്മുടെ ഗ്ലോറിഫൈഡ് ബോഡിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ദൈവം നൽകുന്ന മഹത്വമാർന്ന ശരീരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ട്. പലപ്പോഴും അത് നമ്മുടെ ചിന്തയിൽ അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല, അല്ലേ? ഭൗമിക ശരീരങ്ങളുണ്ട്, ആത്മീയ ശരീരമുണ്ട്. ആത്മീയ ശരീരം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മുടെ ചിന്തയിൽ അത്രത്തോളം അങ്ങ് പിടിച്ചെടുക്കാനായിട്ട് പറ്റില്ല, അല്ലേ? ഇനി ഇത് തേജസ് ഇല്ലാത്തതാണ്. നമുക്ക് ലഭിക്കാൻ പോകുന്ന തേജസ്സുള്ള ശരീരം, ആ തേജസ്സിനെ കുറിച്ച് പോലും നമുക്ക് അത്രത്തോളം ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല. ഇത് ടെമ്പററി അബോർഡാണെങ്കിൽ നിത്യമായിട്ടുള്ള ഒരു കെട്ടിടത്തെക്കുറിച്ചാണ്. അതും നമുക്ക് അത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുന്നത്. എന്നാൽ ഇവിടെ പറയുന്നത് ഇത് കൈപ്പണിയല്ലാത്ത എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യന് ശരീരം ഒരുക്കിയത് എങ്ങനെയാണ്? മണ്ണിൽ നിന്ന് എന്ത് ചെയ്യുകയാണ്? ഒരു ശരീരമാണ് മനുഷ്യർക്ക് കൊടുത്തത്, അല്ലേ? ആദാം മണ്ണിൽ നിന്നും, ഒന്നാം മനുഷ്യനായ ആദാം മണ്ണിൽ നിന്നുള്ളവൻ, അല്ലേ? എന്നാൽ ഒടുക്കത്തെ ആദമായ ക്രിസ്തു മണ്ണിൽ നിന്നുള്ളവനാണോ? ഇല്ല, അവൻ ഉയരത്തിൽ നിന്നുള്ളവൻ. അപ്പം നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ വസിക്കുന്നത് മണ്ണിൽ നിന്നുള്ള കൈപ്പണിയായ ഒരു ശരീരത്തിലാണ്. അത് ടെമ്പററിയാണ്. എന്നാൽ ദൈവം നമുക്ക് നൽകുവാൻ പോകുന്നത് കൈപ്പണി അല്ലാത്തതാണ്. അതുകൊണ്ടാണ് പലർക്കും സംശയം. ഈ പറഞ്ഞതുപോലെ നമ്മുടെ മരണശേഷം ഗ്രേവ് യാർഡിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ മോർട്ടൽ റിമൈൻസ് എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉണ്ടാകത്തുള്ളൂ, അല്ലേ? എന്നാൽ എങ്ങനെയാണ് ഒരു പുനരുത്ഥാന ശരീരം അതിൽ നിന്ന് ദൈവം നൽകുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? കൃഷി ചെയ്യുന്നവർക്ക് അറിയാം. നിങ്ങൾ മണ്ണിൽ വിത്ത് വിതയ്ക്കും, അല്ലേ? ഒരു ധാന്യത്തിൻ്റെ മണി ഭൂമിയിൽ നമ്മളെന്ത് ചെയ്യും? വിതയ്ക്കും. എന്താ സംഭവിക്കാൻ പോകുന്നത്? അതിൽ നിന്ന് ഒരു സസ്യം കിളിർത്ത് വരും. എന്നിട്ട് നിങ്ങൾ ആ സസ്യം പതുക്കെ പിഴുതിട്ട് അതിൻ്റെ ചുവട്ടിൽ ആ ധാന്യമണി ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കണം. ഉണ്ടോ? ഇല്ല. എവിടെ പോയി? എവിടെ പോയി? അതവിടെ ഇല്ല, അല്ലേ? എവിടെ പോയി? കാണാതെ പോയി. ഉറുമ്പരിച്ചു പോയോ? നഷ്ടപ്പെട്ടു പോയോ? ഇല്ല. ആ ധാന്യമണിയിൽ നിന്നാണ് എന്താ ഈ നല്ല സസ്യം മുളച്ചു വന്നിരിക്കുന്നത്. യു കമ്പയർ ആ ധാന്യമണിയും ഈ സസ്യത്തിൽ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കോളൂ. രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്, അല്ലേ? രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ദൈവം നമുക്ക് ഒരുക്കുന്ന ശരീരം എന്ന് പറയുന്നത് കൈപ്പണിയല്ലാത്ത ഒരു ശരീരമാണ്. ഓക്കെ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് നിത്യഭവനമാണ്. ഇനി അതിനെ അഴിച്ച് വിടുന്ന ഒരു പ്രക്രിയ ഇല്ല. ഓക്കെ. അത് നിത്യഭവനമാണ് എന്ന് പറഞ്ഞാൽ കർത്താവിനോടൊപ്പം നിത്യകാലം വസിക്കുവാൻ. ഓക്കെ. നമ്മൾ യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാണ്. നമുക്കത് ഉൾക്കൊള്ളുവാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ ഇങ്ങനെ പറഞ്ഞങ്ങ് വയ്ക്കട്ടെ. യേശു കർത്താവിൻ്റെ പുനരുത്ഥാന ശരീരത്തെക്കുറിച്ച് നമുക്ക് ചില സൂചനകളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലേ? ശിഷ്യന്മാർ യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ അതിനകത്ത് യേശു കർത്താവ് നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ ആ ശരീരം. ഓക്കെ. മറകൾക്ക് പിടിച്ചു വെച്ചുവാൻ കഴിയാത്ത ഒരു ശരീരം, അല്ലേ? ഇതേ യേശു കർത്താവ് ശിഷ്യന്മാർ കാണുകെ എന്താ അപ്പവും മീനും കഴിച്ചു, അല്ലേ? കഴിച്ചല്ലേ? ആഹാ. യേശു കർത്താവിൻ്റെ ശരീരത്തിന് ഭക്ഷണം കഴിക്കാൻ ആയിരുന്നു. തിബരിയാസ് കടലിൻ്റെ കടൽക്കരയിൽ നിന്നുകൊണ്ട് യേശു കർത്താവ് തീയിൽ എന്തൊക്കെ ഉണ്ടാക്കിക്കൊണ്ടെന്ന് സഹോദരിമാർക്ക് വളരെ ആശ്വാസമാണ്, അല്ലേ? എന്താ എന്തോ പാചകം ചെയ്യുന്ന ശിഷ്യന്മാർക്ക് പ്രാതൽ ഒരുക്കി വെച്ചിരിക്കുകയാണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ പ്രാതൽ ഒരുക്കാൻ പറ്റിയ ശരീരം. അയ്യോ, ഇവിടെ മാത്രമേ കുക്കിംഗ് ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത്. അവിടെ
കുക്കിങ്ങിന് സാധ്യതയുണ്ടോ? കുക്കിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നാൽ യേശു കർത്താവിൻ്റെ ശരീരത്തിന് ആ ഒരു കഴിവ് ഉണ്ടായിരുന്നു, അല്ലേ? ഉടനെ എമ്മൂസിലേക്ക് പോയ ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ ഭക്ഷണം എന്ത് ചെയ്തു? നുറുക്കി കൊടുത്തു. അവർ അവനെ കണ്ടു. പെട്ടെന്ന് തന്നെ അവൻ എന്ത് ചെയ്തു? അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. ശരിയാണേ? അഥവാ യേശു കർത്താവിൻ്റെ ദർശനം അവർ കിട്ടിയപ്പോൾ തിരിച്ച് യെരുശലേമിലേക്ക് അവർ കടന്ന് പോയി. കർത്താവിനോടൊപ്പം ഇരിക്കുന്ന ശരീരം, യേശു കർത്താവിൻ്റെ പുനരുത്ഥാന ശരീരത്തിനോട് അനുരൂപമായ ഒരു ശരീരമാണ് നമുക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇറ്റ്സ് എ ഗിഫ്റ്റ് ഫ്രം ഗോഡ്. ഇത് ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടമാണ്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നില്ല, അധ്വാനിക്കണമെന്നില്ല. നമ്മുടെ അധ്വാനത്താൽ ഇതിനെ മികവുറ്റതാക്കുവാൻ നമുക്ക് കഴിയില്ല. ഇതിനെ അല്പൂടെ ഒന്ന് ബെറ്റർ ആക്കാനായിട്ട് നമുക്ക് കഴിയുകയില്ല. ദി റിസറക്റ്റഡ് ബോഡി ഈസ് എ ഗിഫ്റ്റ് ഫ്രം ഗോഡ്. ദൈവത്തിൻ്റെ ദാനമായിട്ടുള്ള ഒരു ശരീരമാണ് അവൻ നമുക്ക് നൽകിയിരിക്കുന്നത്. അവസാനമായിട്ട് ഓക്കെ, ഇറ്റ്സ് എ ബിൽഡിംഗ്. ഇത് കെട്ടിടം എന്ന് പറയുന്നത് നേരത്തെ ടെൻറ്റുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടെൻറ്റ് താൽക്കാലികമാണെങ്കിൽ കെട്ടിടം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോർ എ ലോങ്ങർ ഡ്യൂറേഷൻ. അപ്പം അത്തരത്തിലുള്ളൊരു ശരീരം നമുക്ക് ഉണ്ട് എന്നുള്ളത് നാം അറിയേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഈ നമ്മുടെ പ്രസന്റ് ബോഡി ആൻഡ് ദ റിസറക്റ്റഡ് ബോഡി, അതിൻ്റെ കമ്പാരിസൺ അത് നാം ഒന്നാമതായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു റിസറക്ഷനെ കുറിച്ചും റിസറക്റ്റഡ് ബോഡിയെക്കുറിച്ചും നമുക്ക് അറിവുണ്ട് എങ്കിൽ, അതിനെക്കുറിച്ചുള്ള അവബോധം നമുക്കുണ്ട് എങ്കിൽ, വി മസ്റ്റ് ബി ലോങ്ങിങ് ഫോർ ദാറ്റ് റിസറക്റ്റഡ് ബോഡി. ആ പ്രത്യാശയുടെ ആ തീരത്തെക്കുറിച്ച് നമുക്ക് ഇപ്പോഴേ ഹൃദയത്തിൽ എന്തുണ്ടാകണം? ഒരാകാംക്ഷ ഉണ്ടാകണം. അത് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ കഷ്ടതകളെ അതിജീവിക്കുവാനായിട്ട് ദൈവം നമുക്ക് പ്രേരണ നൽകും. പ്രിയമുള്ളവരെ, നാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലെ ബലഹീനതകളും വേദനകളും കഴിവുകേടുകളുമൊക്കെ നാം ഇങ്ങനെ അതിനെ ഓർത്ത് വിലപിക്കുന്നവരാണ് എങ്കിൽ, അതിനെ ഓർത്ത് ദുഃഖിക്കുന്നവരാണെങ്കിൽ, ഒരു പക്ഷേ നാം ഇങ്ങനെ പറയുമായിരിക്കും, എനിക്ക് ഇത്ര പ്രായമല്ലേ ആയുള്ളൂ, ഞാൻ ഇത്രയും ബലഹീനൻ ആയിപ്പോയോ, ഇത്രയും ബലമില്ലാത്തവനായിപ്പോയോ, എന്തെല്ലാം എനിക്ക് ചെയ്യാമായിരുന്നു ഞാൻ ചെയ്തിരുന്നു, എന്നാൽ ഇപ്പോഴെനിക്കത് സാധിക്കുന്നില്ലല്ലോ, എൻ്റെ ശരീരം ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ. അങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ സാധാരണഗതിയിൽ നിരാശരായിട്ട് പോകുവാൻ സാധ്യതയുണ്ട്, അല്ലേ? എന്നാൽ അവിടെ നമ്മൾ ദൈവത്തിന് ഒരു ഹല്ലേലൂയ പറയാനായിട്ട് ആവശ്യമുണ്ട്. എന്താ ഹല്ലേലൂയയുടെ കാരണം? ഇതെല്ലാം മാറാൻ പോവുകയാണ്. കർത്താവ് എനിക്ക് ഒരുക്കുന്ന ശരീരം എന്ന് പറയുന്നത് അത് ക്ഷയമില്ലാത്ത ശരീരമാണ്. ഫിലിപ്പി ലേഖനത്തിലേക്ക് കടന്നു വരിക. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരിക. അവിടെ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പി വിശ്വാസികളെ ഓർപ്പിച്ച് ഉണർത്തുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ 20-21 വാക്യങ്ങൾ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായി യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട്. എങ്ങനെയാണ് ഈ റിസറക്ഷൻ പോസിബിൾ ആക്കുന്നത്? അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. പ്രിയമുള്ളവരെ, ദൈവത്തിന് നന്ദി പറയുവാനായിട്ട്, ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഈ ഫ്യൂച്ചർ ഗ്ലോറിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ 2, 3, 4 വാക്യങ്ങളൊന്ന് വായിക്കുകയാണ്. 5-ാം അധ്യായം. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരുവാനല്ല, മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കിയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരകുന്നു. നമ്മുടെ ശരീരത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇവിടെ പറയുന്നത് ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങളായിരിക്കുകയാണ്. ഞരക്കം ഉണ്ട്, അല്ലേ? നമ്മൾ റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ സൃഷ്ടിയുടെ ഒരു ഞരക്കം കാണും. ഞരക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് ലോങ്ങിങ് ഫോർ സംതിങ് ബെറ്റർ.
ഞരക്കം എന്ന് പറഞ്ഞാൽ ലോങ്ങിങ് ഫോർ സംതിങ് ബെറ്റർ, മേന്മമായ എന്തോ ഒന്നിന് വേണ്ടിയിട്ടുള്ള ഹൃദയത്തിലെ ആഗ്രഹമാണ് ഞരക്കം എന്ന് പറയുന്നത്. സൃഷ്ടി തൻ്റെ ദ്രവത്വത്തിൽ നിന്നുള്ള വിടുതൽ, ദാസ്യത്വത്തിൽ നിന്നുള്ള വിടുതലിന് വേണ്ടിയിട്ട് ഞരങ്ങിക്കൊണ്ട് ഈറ്റുനോവോടുകൂടെ കാത്തിരിക്കുന്നു. എന്താ സൃഷ്ടിക്ക് പറ്റിയ പ്രശ്നം? പാപത്താൽ ഈ സൃഷ്ടിക്ക് വീഴ്ച സംഭവിച്ചു. അതിൻ്റെ ഫലം പൂർണ്ണമായിട്ട് നൽകുവാൻ സാധിക്കുന്നില്ല. പാപത്തിൻ്റെ ഫലമായിട്ട് ഭൂമിയിൽ മുള്ളും പറക്കാരെയും മുളയ്ക്കുകയാണ്. അവിടെ നിന്ന് എന്തെങ്കിലും തിരിച്ച് കിട്ടണമെങ്കിൽ മുഖത്തെ വിയർപ്പോടുകൂടെ അധ്വാനം ചെയ്താലേ കിട്ടത്തുള്ളൂ. എന്നിട്ടും ഭൂമി അതിൻ്റെ മുഴുവൻ ഫലവും നമുക്ക് നൽകുന്നില്ല. പാപത്തിൻ്റെ ദാസ്യത്വം എന്ന് പറയുന്നത് മനുഷ്യർക്ക് മാത്രമല്ല, മൃഗജാലങ്ങൾക്കും ഈ സൃഷ്ടിയിലെ സകല സസ്യജാലങ്ങൾക്കും ഭൂമിക്കും അത് ഒരുപോലെ ബാധിച്ചിരിക്കുകയാണ്. അതിങ്ങനെ ലോങ്ങിങ്, അത് കാത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവപുത്രന്റെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ നോക്കി പാർത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഭൂമിയിലെ ഈ ശാപം ഒന്ന് മാറുവാൻ, അതിൻ്റെ ആ കുറവുകൾ പരിഹരിക്കപ്പെടുവാൻ, ആ ഭൂമിയിലെ ഇങ്ങി ശാപം എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ടല്ലോ, ഇങ്ങി ശാപം അതൊക്കെ നിട്ട് മംഗളമായി ഇനി വാഴും എന്നുള്ളതിനകത്ത് ഈ ഭൂമിയിലെ ശാപങ്ങൾ മാറി അതിൻ്റെ 100 മേനി അളവിൽ അത് പുഷ്ടിയുള്ളതായിട്ട് തീരുവാൻ അതിങ്ങനെ കാത്തിരിക്കും. അതിന് തുല്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് വിശ്വാസികളായ നമ്മളും എന്തിനു വേണ്ടി കാത്തിരിക്കുകയാണ്? ദൈവപുത്രന്റെ വെളിപ്പാടിനെ, യേശു കർത്താവിൻ്റെ വരവിൽ നമ്മുടെ പരിമിതികൾ മാറി മെച്ചമായിട്ടുള്ള ഒരു 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 പുനരുത്ഥാനത്തിലേക്ക് പോകുവാനായിട്ട് കാത്തിരിക്കുകയാണ്. ഇവിടെ നോക്കിക്കോളൂ, ഈ ഭൂമിയിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നാം ഉടുപ്പ് ധരിച്ചിരിക്കുന്നത് പോലെ നാം നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിട്ട് ഇരിക്കുന്നുവെങ്കിൽ ശ്രദ്ധിച്ചോളൂ, സ്വർഗീയമായിട്ടുള്ള ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ. എന്താ അതിൻ്റെ ആശയം? പഴയത് മാറ്റിക്കളഞ്ഞിട്ട് നമ്മൾ സാധാരണ എങ്ങനെയാ ചെയ്തേ? എന്തെങ്കിലും ഒന്ന് പഴയതായി കഴിഞ്ഞാൽ യൂസ് ആൻഡ് ത്രോ, എന്നിട്ട് പുതിയത്, അല്ലേ? അത് കളഞ്ഞിട്ട് പുതിയത്. ഇത് കളഞ്ഞിട്ട് പുതിയ പരിപാടി ഇവിടെ ഇല്ല. പിന്നെയോ ബലഹീനമായിട്ടുള്ള നമ്മുടെ ശരീരം, ഒരുപക്ഷെ ശാരീരികമായിട്ടുള്ള ശരീരത്തെക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ഘടകങ്ങളിലെ ആത്മാവും നമ്മുടെ വ്യക്തിത്വവും നമ്മുടെ പ്രാണനും പിന്നെ നമ്മുടെ ശരീരവും, മനുഷ്യന് 3 ഘടകങ്ങളുണ്ടല്ലോ. ഇതേ ശരീരത്തിൽ തന്നെയാണ് എന്ത് സംഭവിക്കാൻ പോകുന്നത്? മീതെ സ്വർഗീയമായിട്ടുള്ള ശരീരം ധരിക്കണം എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ പുനരുദ്ധാരണ ശരീരത്തിൽ ജെയ്സൺ അല്ലാതെ ആകുന്നില്ല. ജെയ്സൺ അല്ലാതെ ആകുന്നില്ല. പുനരുത്ഥാന ശരീരം മീതെ ധരിക്കുന്നതാണ്. ദി സെയിം പേഴ്സൺ വിൽ ബി അഡോൺഡ് വിത്ത് ദി റിസറക്റ്റഡ് ബോഡി. ആത്മീക ശരീരം മീതെ ധരിക്കുന്നതാണ്. എന്നെ മുഴുവനായിട്ട് എടുത്ത് എറിഞ്ഞു കളഞ്ഞിട്ട് ജെയ്സന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇതേ ആണോ? ഇല്ല. അങ്ങനെ പോണെങ്കിൽ നമുക്ക് വളരെ സന്തോഷമാണ്, അല്ലേ? കർത്താവേ, ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ച ജെയ്സൺ അത് പോയി. വേറെ ഡ്യൂപ്ലിക്കേറ്റ് ജെയ്സനാണ് എന്ത് ചെയ്യുന്നത്? ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ നിൽക്കുന്നത്. ന്യായവിസ്താരം ചെയ്യുമ്പോൾ all things are new. ഈ ഭൂമിയിൽ ചെയ്ത കാര്യങ്ങളുടെ ന്യായവിസ്താരം, അതിൻ്റെ പ്രതിഫലമോ അതിൻ്റെ വിലയിരുത്തലോ അവിടെ സാധിക്കുമോ? ഇല്ല. മീൻസ് ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റിയോ എന്ത് ചെയ്യുന്നില്ല? റിമൂവ് ചെയ്യുന്നില്ല, അത് ഉപേക്ഷിക്കുന്നില്ല. അതേ ഐഡൻറ്റിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ സ്വർഗീയമായിട്ടുള്ള ഒരു വാസസ്ഥലം നമുക്കറിയാം. ഈ ശൂന്യാകാശത്തിൽ ഉപഗ്രഹങ്ങളിലൊക്കെ സഞ്ചരിച്ച് അവർ പരീക്ഷണങ്ങൾ നടത്തുന്ന അതിനെന്തോ പറയുന്നത്? ആസ്ട്രോനോട്ട്സ് എങ്ങനെയാണ് ബഹിരാകാശത്തിൽ അവർ സഞ്ചരിക്കുന്നത്? അവരുടെ ശരീരങ്ങളെ ഉപേക്ഷിച്ചിട്ട് വേറെ ആളായിട്ടാണോ പോകുന്നത്? ഇല്ല, സെയിം ആളാണല്ലോ. പിന്നെ എന്താ ചെയ്യും? ആ ശരീരത്തെ കവർ ചെയ്ത് ഒരു സ്യൂട്ട് കൂടെ അവർ ഇടും. എന്നിട്ടാണ് ആ ശരീരത്തിൽ ഇരുന്നു കൊണ്ട്, ഈ പുതിയ സൂട്ടിനകത്ത് ഇരുന്നു കൊണ്ട് ബഹിരാകാശത്തിൽ പരീക്ഷണങ്ങൾ നടത്തുന്നതും തിരിച്ച് വരുന്നതും. ഞാൻ പറഞ്ഞതിൻ്റെ സാരം എന്ന് പറയുന്നത്, അവർ ഐഡൻറ്റിറ്റി വിൽ ബി റിറ്റൈൻഡ്. നമ്മുടെ വ്യക്തിത്വവും ഐഡൻറ്റിറ്റിയും ഉപേക്ഷിച്ചിട്ടല്ല ക്രിസ്തുവിൻ്റെ മുമ്പാകെ നാം നിൽക്കുന്നത്. അതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ
പുനരുത്ഥാനത്തിൻ്റെ ആവരണം ദൈവം നമുക്ക് നൽകുകയാണ്. ദാറ്റ് വിൽ ബി എ ബിൽഡിംഗ് വെൽ സ്യൂട്ടഡ് ഫോർ അബോർഡിങ് ഇൻ ദി ഹെവൻലീസ്. സ്വർഗങ്ങളിൽ വസിക്കുവാനായിട്ടുള്ള പാകത്തിനുള്ള ഒരു പുതിയ ശരീരം. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാം. യേശു കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൽ കല്ലറയ്ക്കകത്ത് എന്താണ് അവശേഷിച്ചിരുന്നത്? എന്താണ് അവശേഷിച്ചിരുന്നത്? വസ്ത്രം ഒരു സൈഡിൽ എന്ത് ചെയ്തു? ചുരുട്ടി വെച്ചിരിക്കുന്നത് കണ്ടു. വേറെ എന്തെങ്കിലും അവശേഷിച്ചോ അവിടെ? ഇല്ല. അപ്പൊ യേശു കർത്താവിൻ്റെ പുനരുത്ഥാന ശരീരത്തിൽ എന്താ ചെയ്തിരിക്കുന്നത്? ആ എർത്ത്ലി ബോഡി തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? രൂപാന്തരപ്പെട്ട് എന്താ ശരീരമായിട്ട് മാറിയത് അല്ലേ? അതുകൊണ്ടാണ് പ്രത്യക്ഷമായപ്പോൾ ആർക്ക് തിരിച്ചറിയാൻ പറ്റിയത്? ശിഷ്യന്മാർക്ക് തിരിച്ചറിയാൻ പറ്റിയത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഐഡന്റിറ്റി നഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് നാം ഓർക്കുക. അതിൻ്റെ 5-ാമത്തെ വാക്യം. ഓക്കെ, ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു, അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായിട്ട് തന്നിരിക്കുന്ന ദൈവം. റിസറക്റ്റഡ് ബോഡിയുടെ ഒരു ഉറപ്പ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് ആ ഉറപ്പ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അച്ചാരമായിട്ട് അഡ്വാൻസ് ആയിട്ട് നൽകിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ പരിശുദ്ധാത്മാവിനെ ഈ ശരീരങ്ങളിലേക്ക് കുടിയിരുത്തുവാനായിട്ട് ദൈവത്തിന് ഹിതമായത്? ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ പിതാവിനോട് ചോദിക്കും. പരിശുദ്ധാത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചു തരും. ഈ പരിശുദ്ധാത്മാവിനെ എന്നേക്കും നമ്മോട് കൂടെ ഇരിക്കുവാനായിട്ട്, അധിവസിക്കുവാനായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട 2 കാരണം കൊണ്ട്. ഒന്ന് എന്ന് പറയുന്നത്, ആത്മീക ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ, ഭൂമിയിൽ നമ്മെ ദൈവവചനം ഓർമ്മപ്പെടുത്തുവാനും, നമുക്ക് വേണ്ടി അപേക്ഷിക്കുവാനും, നമ്മെ പ്രോത്സാഹിപ്പിക്കുവാനും, നമ്മിൽ കൃപാവരങ്ങളെ നൽകി ഫലകരമായിട്ടുള്ള ക്രിസ്തീയം നയിക്കുവാൻ വേണ്ടി. അതുമാത്രമല്ല, 2, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ടാണ് വീണ്ടെടുപ്പ് നാളിനായിട്ട് നമ്മെ മുദ്രയിട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വി ആർ ബീങ് സീൽഡ് ബൈ ഹോളി സ്പിരിറ്റ് ഫോർ ദി റിസറക്ഷൻ ഡേ. വീണ്ടെടുപ്പ് നാളിനായിട്ട് അല്ലെങ്കിൽ പുനരുത്ഥാന ദിവസത്തിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടിരിക്കും. എന്ന് പറഞ്ഞാൽ, മുദ്ര എന്ന് പറയുന്നത് നമുക്കറിയാം, ഗവൺമെൻറ്റിൻ്റെ ഒരു സീല് ഒരു ഡോക്യുമെൻറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ബിലോങ്സ് ടു ഗവൺമെൻറ്. ഇറ്റ് ഈസ് ഓതറൈസ്ഡ് ബൈ ദി ഗവൺമെൻറ്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുദ്ര ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഈ മുദ്രയുടെ ഉറപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മെ ഇവിടെ നിന്ന് കർത്താവിൻ്റെ മുമ്പാകെ നമ്മെ നിർത്തുന്നത് വരെയുള്ള ഉത്തരവാദിത്വം. അപ്പം ഉറപ്പ്, പുനരുത്ഥാനത്തിൻ്റെ ഉറപ്പ് അല്ലെങ്കിൽ ഈ പുതിയ ശരീരത്തിൻ്റെ ഉറപ്പ്, അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ഇതാണ് വസ്തുത എന്ന് പറയുന്നത്. ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി പെട്ടെന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് അവസാനിപ്പിക്കാം. നമ്മൾ വായിച്ച ഭാഗത്ത് തന്നെ. ആകയാൽ 6-ാമത്തെ വാക്യം. ആകയാൽ ഞങ്ങളെല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോടകന്ന് പരദേശികളായിരിക്കുന്നു എന്നറിയുന്നു. ഓക്കെ, ഇറ്റ്സ് എ ഗ്രേറ്റ് റെവലേഷൻ. ഒരു വലിയൊരു അറിവാണ് ഇവിടെ ഇത് നൽകുന്നത്. എന്താ? നമ്മൾ ശരീരത്തിൽ വസിക്കുമ്പോൾ നമ്മൾ പരദേശികളാണ്. വി ആർ സോജേണേഴ്സ്. നമ്മൾ പരദേശികളാണ്. നമ്മുടെ ദേശം ഇതല്ല. നമ്മൾ എന്താ? ഈ ശരീരത്തിലായിരിക്കുമ്പോൾ പരദേശത്താണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒരു കാംക്ഷയുണ്ട്, എന്ന് നമ്മൾ സ്വന്തം ദേശത്ത്. അത് ഉള്ളിൽ ഇങ്ങനെ കത്താത്തിടത്തോളം, അതിനെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിൽ വരാത്തിടത്തോളം നമ്മുടെ ഈ ലോകത്തിലെ കഷ്ടങ്ങളെല്ലാം വളരെ ഭാരമുള്ളതായിട്ട് നമുക്ക് തീരും. പ്രിയമുള്ളവരെ, നാം കർത്താവിൽ നിന്ന് അകന്ന് പരദേശികളായിരിക്കുന്നു. 1. 2, നാം കാഴ്ചയാലല്ല. 7-ാമത്തെ വാക്യം, വിശ്വാസത്താൽ അത്രേ നടക്കും. ലോകത്തിലെ മനുഷ്യരൊക്കെ കണ്ണിൽ കാണുന്നത് മാത്രം നോക്കി നടക്കുന്നവരാണ്. എന്നാൽ വിശ്വാസികൾ കണ്ണിൽ കാണുന്നത് വെച്ചിട്ട് കാര്യങ്ങളെ വിലയിരുത്തുന്നവരല്ല. ദൃശ്യമായിട്ടുള്ള കാര്യങ്ങൾ വച്ചിട്ട് വിലയിരുത്തലുകൾ നടത്തുന്നവരല്ല. എന്തുകൊണ്ടെന്നാൽ അദൃശ്യമായിട്ടുള്ള ഒരു വലിയ കാഴ്ചപ്പാട് അവർക്കുണ്ട്. പ്രിയ ദൈവജനമേ, ഈ ഒരു കാഴ്ചപ്പാട്
നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുണ്ടോ? നമുക്കൊരു സ്വർഗീയ വീടുണ്ട്, നമുക്ക് സ്വർഗത്തിലൊരു പിതാവുണ്ട്. ആ കർത്താവ് നമ്മെ ചേർക്കാൻ വേഗം വരും. ഈ ഭൂമിയിലെ കാലങ്ങളൊക്കെ കഴിയും. അത് കഴിഞ്ഞാൽ നിത്യത ഉണ്ട്. കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു ഫോൺ കോൾ ഇങ്ങനെ വരുവാനിടയിൽ. എൻ്റെ കൂടെ പെരിശ്ശേരിയിൽ പഠിപ്പിച്ച ഒരു ടീച്ചറാണ് വിളിച്ചത്. എന്നിട്ട് എന്നോട് അറിയിച്ച ഒരു വിവരം എന്ന് പറഞ്ഞാൽ വളരെ മിടുക്കനായിട്ടുള്ളൊരു പയ്യൻ. ഞാൻ അവിടെ നിന്ന് വന്നിട്ട് 2 വർഷമേ ആയുള്ളൂ. അപ്പോൾ അവിടെ 3rd ഇയർ പഠിച്ച സമയത്ത് തന്നെ മിലിറ്ററിയിൽ ജോലി കിട്ടിയ ഒരു മിടുക്കനായ പയ്യൻ. എനിക്ക് വളരെ ഹൃദ്യമായിട്ടുള്ളൊരു പയ്യനാണ്. അദ്ദേഹം തൻ്റെ പഠനത്തിൻ്റെ 3rd ഇയറിൽ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാതെ മിലിറ്ററിയിൽ തനിക്ക് ജോലി കിട്ടി. അങ്ങനെ ജോലിക്ക് പോയി. കഴിഞ്ഞ 2 വർഷം താൻ അങ്ങനെ ജോലി ചെയ്യുകയാണ്. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ താൻ വിവാഹിതനായി ഒരു കുടുംബജീവിതത്തിലേക്ക് താൻ പ്രവേശിച്ചു. നോക്കണേ, ഈ ചെറുപ്രായത്തിൽ അത്തരത്തിലൊരു ജോലി കിട്ടാനും ഒരു കുടുംബജീവിതത്തിൽ പ്രവേശിക്കാനും തനിക്ക് ഭാഗ്യം ലഭിച്ചു. എന്നാൽ ഒരു ദുരന്ത വാർത്തയാണ് ആ ടീച്ചർ എന്നോട് പറഞ്ഞത്. ആ പയ്യൻ തൻ്റെ മിലിറ്ററി ക്യാമ്പിനകത്ത് വെച്ച് സൂയിസൈഡ് ചെയ്തു. അവൻ ജീവിതം അവസാനിപ്പിച്ചു. തൻ്റെ ജീവിതത്തെ താൻ വലിച്ചെറിഞ്ഞിട്ട് ഈ ഭൂമിയിൽ നിന്ന് അവൻ മാറ്റപ്പെടുകയാണ്. അവൻ തൻ്റെ വിദ്യാഭ്യാസത്തെയോ തൻ്റെ പാരൻസിനെയോ തൻ്റെ സ്പൗസിനെയോ തൻ്റെ ഭാവിയെയോ ഇതൊന്നും താൻ ഓർത്തില്ല. ഈ ഭൂമിയിലെ താൽക്കാലികമായിട്ടുള്ള എന്തോ ചില മെൻ്റൽ പ്രഷറുകൾ അതിന് അടിമപ്പെട്ടിട്ട് ഈ ജീവിതത്തിൽ നിന്ന് അവൻ രക്ഷപ്പെടുവാനായിട്ട് ശ്രമിച്ചു. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു രക്ഷപ്പെടലല്ല എന്നുള്ളത് നമുക്കറിയാം. എന്തുകൊണ്ടാ? ഇതൊരു രക്ഷപ്പെടലല്ല. നാം എത്ര ഒളിച്ചോടിയാലും രക്ഷപ്പെടലല്ല. എന്തുകൊണ്ടെന്നാൽ ഈ ഭൂമിയിലുള്ള ഓരോ കാര്യത്തിനും വി ആർ അക്കൗണ്ടബിൾ. ദർ ഇസ് എ റെക്കണിംഗ് ഡേ. അവിടെ വിലയിരുത്തപ്പെടുന്ന ഒരു ദിവസമുണ്ട്. രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ ഫോർച്ചുനേറ്റ് ആയിട്ടുള്ള, വളരെ സ്ഥിരതയുള്ള ഒരു വലിയ പ്രതീക്ഷ ദൈവത്തിൻ്റെ ആത്മാവിലൂടെ ക്രിസ്തുവിനാൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എന്നാൽ ക്രിസ്തുവിനെ ഉപേക്ഷിച്ച വ്യക്തിത്വങ്ങളോടുള്ള ബന്ധത്തിൽ അവർ ഇവിടെ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങോട്ടാ? രക്ഷിക്കപ്പെട്ടവർ ഇവിടെ നിന്ന് മാറ്റപ്പെട്ടാൽ അതേസമയം കർത്താവിൻ്റെ മുഖം കാണുന്നെങ്കിൽ, രക്ഷിക്കപ്പെടാതെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്ന ഓരോ വ്യക്തികളും ഇവിടെ നിന്ന് മാറ്റപ്പെടുന്ന അതേ നിമിഷത്തിൽ എങ്ങോട്ടാ പോകുന്നതെന്നറിയാമോ? എങ്ങോട്ടാ പോകുന്നത്? യാതനാസ്ഥലത്തേക്കാണ് പോകുന്നത്. ഏറ്റവും ഭീകരമായിട്ടുള്ളൊരു കാര്യമാണ്. ക്രിസ്തുവിനെ വിട്ടകന്ന് കഴിഞ്ഞാൽ അവർ നാശത്തിലേക്കാണ്. ധനവാൻ ലാസർ, ആ ദൃഷ്ടാന്തം കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ധനവാൻ അവൻ എങ്ങോട്ടാ പോയത്? മരിച്ചു കഴിഞ്ഞു. അവൻ അടക്കിയും അവൻ യാതനാസ്ഥലത്തേക്കാണ് പോയത്. അത് അതേ നിമിഷം അവർ മാറ്റപ്പെടുകയാണ്. ആ യാതനാസ്ഥലം ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഒരു ദിവസം ഈ യാതനാസ്ഥലത്ത് നിന്ന് വെള്ളസിംഹാസനത്തിന് മുമ്പാകെ അവർ വിളിച്ചു കൂട്ടപ്പെടും. അവിടെ അന്ത്യന്യായവിധിയും കഴിഞ്ഞിട്ട് നരകത്തിലേക്ക് അവർ വീണ്ടും തള്ളപ്പെടുകയാണ്. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമുണ്ട്. കാഴ്ചയാലല്ല അവർ നടക്കുന്നത്. ഈ ലോകത്തിലെ മനുഷ്യരുടെ സ്റ്റാൻഡേർഡ്സ് അല്ല അവരുടെ സ്റ്റാൻഡേർഡ്സ്. അവർ വിശ്വാസത്താൽ ജീവിക്കുന്നവരാണ്. 8ാം വാക്യം, ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. ഈ ഒരു ഇഷ്ടം ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഏതാണ് ഇഷ്ടം? പൗലോസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പൗലോസിന് ഉത്തരമുണ്ട്. പൗലോസിൻ്റെ ഉത്തരം അവിടെ നിൽക്കട്ടെ, നമുക്ക് അതിലേക്ക് വരാം. അധികം ഇഷ്ടം എന്താണ്? കർത്താവേ, കുറച്ചുകൂടെ കഴിഞ്ഞാൽ മതി, ഇച്ചിരി കൂടെ കഴിഞ്ഞു മതി. അധികം ഇഷ്ടം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത് ശരീരത്തിൽ നിന്ന് അകന്ന് എന്താ? ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. ഫിലിപ്പി ലേഖനത്തിലേക്ക് വരിക. പൗലോസ് എന്താണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതെന്ന് ഒന്ന് പറഞ്ഞേട്ടാ. ഫിലിപ്പി ലേഖനം, ഓക്കെ, 1-ാം അധ്യായം. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം, ഓക്കെ, അതിൻ്റെ 21, 22, 23 വാക്യങ്ങൾ വായിച്ചു വിടുകയാണ്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാവും. എന്താ? മരിക്കുന്നത് ലാഭം. എന്തുകൊണ്ട് ലാഭം?
എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല. രണ്ടിലേത് തിരഞ്ഞെടുക്കണമെന്ന് എനിക്കറിയാം. രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ, ഏറ്റവും ബെസ്റ്റാണ്, ദി ബെസ്റ്റാണ്. ഓക്കെ. എന്നാൽ ഞാൻ ജഡത്തിൽ ഇരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം ഇങ്ങനെ ഉറച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അഭിവൃദ്ധിക്കും സന്തോഷത്തിനുമായി തന്നെ ഞാൻ ജീവനോടിരിക്കും എന്നും നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കും എന്നും അറിയുന്നു. കണ്ടീഷൻ: ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ, കർത്താവിൻ്റെ വേലയ്ക്ക് സഫലന്മാരായിട്ട് തീരുമെങ്കിൽ ഞാൻ ജീവനോടെ ഇരിക്കും. ക്രിസ്തുവിൻ്റെ മഹത്വമാണെങ്കിൽ ഞാൻ ജീവനോടുകൂടെ ഇരിക്കും. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അത്യുത്തമമായിട്ടുള്ള കാര്യം അതാണ്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ. 9-ാം വാക്യം: അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാൽ ശരീരം വിട്ടാലും ഞങ്ങളെ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. വി ഷുഡ് ഗ്ലോറിഫൈ ഗോഡ് ഇഫ് യു ആർ ഇൻ അവർ ബോഡി ഓർ വിത്തിൻ ദി റിസറക്റ്റഡ് ബോഡി. ഈ ഭൂമിയിൽ ഈ ശരീരത്തിൽ, ഈ പരിമിതികളുള്ള ശരീരത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന് മഹത്വമായിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കും. ഇനിയല്ല, കർത്താവിൻ്റെ സന്നിധിയിലാണെങ്കിൽ അവിടെയും ദൈവത്തിന് മഹത്വം കരേറ്റുന്നവരായിട്ട് തീരുവാനായിട്ട് ഇടവരണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ചിന്തകൾ എന്തുകൊണ്ട് ദൈവാത്മാവ് എന്നിലേക്ക് തന്നു എന്നെനിക്കറിയത്തില്ല. ഇന്നൊരു പക്ഷേ നമ്മുടെ ഹൃദയങ്ങൾ പല ചിന്താകുലങ്ങളാൽ നിറഞ്ഞവരാണ് എങ്കിൽ, നമ്മുടെ മനസ്സിൽ വലിയ വേദനകൾ നാം അനുഭവിക്കുന്നവരാണെങ്കിൽ, നമ്മുടെ പ്രത്യാശയെക്കുറിച്ച് നമുക്ക് ഉറപ്പുള്ളവരാകാം. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുന്ന വിശുദ്ധന്മാരെക്കുറിച്ച്, വിശുദ്ധ മതികളെക്കുറിച്ച് വലിയ ഉറപ്പും ധൈര്യവും ദൈവവചനത്തിൽ നിന്ന് പ്രാപിക്കുവാനായിട്ട് ദൈവം നമ്മെ ഇടയാക്കട്ടെ. ഈ വചനങ്ങൾ നമ്മുടെ ആശ്വാസത്തിന്, അന്യോന്യം ആശ്വസിപ്പിക്കുന്നവന്, ദുഃഖത്തിൽ ഇരിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നതിന് പര്യാപ്തമായിട്ട് തീരുമാറാകട്ടെ. അവൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടും.